വെൽക്കം ടു വൈൽഡ് മാലോ. ഇനി വരുന്ന LDC പരീക്ഷകൾക്കായി പുതിയ PSC പാറ്റേൺ അനുസരിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണ് ഈ വീഡിയോ. സ്റ്റാർട്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളുടെയും അവയ്ക്ക് നേതൃത്വം നൽകിയവരുടെയും പേരുകൾ ചുവടെ നൽകിയിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ 1 വന്ദേ മാതരം ലാലാ ലജ്പത് റായ്, ഓപ്ഷൻ 2 ബംഗാളി ഗോപാലകൃഷ്ണ ഗോഖലെ, ഓപ്ഷൻ 3 നേഷൻ ബാലഗംഗാധര തിലക്, ഓപ്ഷൻ 4 യങ് ഇന്ത്യ മഹാത്മാഗാന്ധി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ 1 വന്ദേ മാതരം ലാലാ ലജ്പത് റായ്, ഓപ്ഷൻ 4 യങ് ഇന്ത്യ മഹാത്മാഗാന്ധി. ഇത് രണ്ടും ശരിയായ ജോഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ 1 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓപ്ഷൻ 2 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. ഓപ്ഷൻ 3 ഉപ്പു സത്യാഗ്രഹത്തിലൂടെ ഗാന്ധിജി ഉപ്പിന് 50% നികുതി ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഓപ്ഷൻ സി ആണ് ഉത്തരം. 3 മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന. അതായത് ഉപ്പ് സത്യാഗ്രഹത്തിലൂടെ ഗാന്ധിജി ഉപ്പിന് 50% നികുതി ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ടു എന്നത് തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഫ്രഞ്ച് സമൂഹവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ 1 ഒന്നാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ, ഓപ്ഷൻ 2 രണ്ടാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാർ, ഓപ്ഷൻ 3 മൂന്നാമത്തെ എസ്റ്റേറ്റ് മധ്യവർഗം. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 3 മാത്രം. അതായത് ഓപ്ഷൻ മൂന്നാമത്തെ എസ്റ്റേറ്റ് മധ്യവർഗമാണ് ശരിയായ ജോഡി. അടുത്ത ക്വസ്റ്റ്യൻ: രണ്ടാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1939 1945 കാലഘട്ടമാണ് രണ്ടാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടം. അടുത്ത ക്വസ്റ്റ്യൻ: സംസ്ഥാന പുനഃസംഘടനാ മിഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ 1 1953 രൂപീകരിച്ചു, ഓപ്ഷൻ 2 1956 കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു, ഓപ്ഷൻ 3 ജസ്റ്റിസ് ഫസൽ അലി ആയിരുന്നു ചെയർമാൻ, ഓപ്ഷൻ 4 കമ്മീഷന്റെ ശുപാർശകൾ സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ 1 1953 രൂപീകരിച്ചു, ഓപ്ഷൻ 3 ജസ്റ്റിസ് ഫസൽ അലി ആയിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ. ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ 1 സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമാണ് മലബാർ കലാപം, ഓപ്ഷൻ 2 കീഴരിയൂർ ബോംബ് കേസ് മലബാർ കലാപത്തിന്റെ ഭാഗമാണ്, ഓപ്ഷൻ 3 ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ അവർണ ജാതിക്കാർക്ക് അവസരം ലഭിക്കണമെന്ന ആവശ്യത്തോടെ നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം, ഓപ്ഷൻ 4 മലബാർ കലാപവുമായി ബന്ധപ്പെട്ട സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം, ഓപ്ഷൻ ഡി ഓപ്ഷൻ 4 ആണ് ശരി ഉത്തരം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം എന്നതാണ് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. അടുത്ത ക്വസ്റ്റ്യൻ: 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ സമ്മാനദാന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരായിരുന്നു? PR ശ്രീജേഷ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ 1 ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ 66 ഡിഗ്രി ചരിവുണ്ട്, ഓപ്ഷൻ 2 സൂര്യന്റെ അയനമാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്, ഓപ്ഷൻ 3 സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ഇടങ്ങളിൽ ചൂട് പൊതുവെ കുറവായിരിക്കും, ഓപ്ഷൻ 4 സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലമാണ്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1ഉം 2ഉം ശരിയായ പ്രസ്താവനകളാണ്. ഓപ്ഷൻ 1 ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ 66 ഡിഗ്രി ചരിവുണ്ട് എന്നതും, ഓപ്ഷൻ 2 സൂര്യന്റെ അയനമാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത് എന്നതും ശരിയായ പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്നവയിൽ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹം ഏതാണ്? കുറോഷിയോ പ്രവാഹമാണ് പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹം. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ 1 മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന വിളയാണ് ഗോതമ്പ്, ഓപ്ഷൻ 2 ഹാൽഡിയ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്താണ്, ഓപ്ഷൻ 3 ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ്, ഓപ്ഷൻ 4 ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് ഇന്ത്യയുടെ കിഴക്കൻ സമതലത്തിലാണ്. ഇതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം. 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. അതായത് ഹാൽഡിയ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്താണ് എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ചുവടെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് നദി ഏതെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ 1 ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്ന് ഉത്ഭവം, ഓപ്ഷൻ 2 ഏകദേശ നീളം 1312 കിലോമീറ്റർ, ഓപ്ഷൻ 3 ഹിരൺ ഭഞ്ചൻ എന്നിവ പ്രധാന പോഷക നദികൾ. ഏതാണ് നദി? നർമ്മദയാണ് നദി. അടുത്ത ക്വസ്റ്റ്യൻ: തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? പാമ്പാർ നദിയിലാണ് തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ:
ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ 1 ഇന്ത്യയിലെ ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു. ഓപ്ഷൻ 2 ഹരിത വിപ്ലവത്തിന്റെ തുടക്കത്തിൽ ലാഭം കൊയ്തത് വൻകിട കർഷകരായിരുന്നു. ഓപ്ഷൻ 3 ഗവൺമെന്റ് സബ്സിഡി നൽകിയതോടെ ചെറുകിട കർഷകർക്ക് ഹരിത വിപ്ലവത്തിന്റെ പ്രയോജനം ലഭിച്ചു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ശരിയായ പ്രസ്താവനയാണ്. ഓപ്ഷൻ 1 ഇന്ത്യയിലെ ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു. ഓപ്ഷൻ 2 ഹരിത വിപ്ലവത്തിന്റെ തുടക്കത്തിൽ ലാഭം കൊയ്തത് വൻകിട കർഷകരായിരുന്നു. ഓപ്ഷൻ 3 ഗവൺമെന്റ് സബ്സിഡി നൽകിയതോടെ ചെറുകിട കർഷകർക്ക് ഹരിത വിപ്ലവത്തിന്റെ പ്രയോജനം ലഭിച്ചു. ഇത് മൂന്നും ശരിയായ പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ 1 പ്രധാനമന്ത്രിയാണ് ഇതിന്റെ അധ്യക്ഷൻ. ഓപ്ഷൻ 2 ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ഓപ്ഷൻ 3 ടോപ്പ് ഡൗൺ അപ്രോച്ച് അടിസ്ഥാനമാക്കിയാണിത് നീതി ആയോഗിന്റെ പ്രവർത്തനം. ഇതിൽ ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതായത് ഒന്നാമത്തെ പ്രസ്താവനയാണ് ശരി. പ്രധാനമന്ത്രിയാണ് ഇതിന്റെ അധ്യക്ഷൻ. അതായത് നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യയിൽ നടപ്പിലാക്കിയതിനു ശേഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ മാറ്റങ്ങൾ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ 1 കാർഷിക മേഖലയിൽ വൻ വളർച്ചാ നിരക്കുണ്ടായി. ഓപ്ഷൻ 2 വ്യവസായിക മേഖലയിലെ വളർച്ചാ നിരക്കിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നു. ഓപ്ഷൻ 3 സേവന മേഖലയിലെ വളർച്ചാ നിരക്ക് വർദ്ധിച്ചു. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2, 3 ശരിയാണ്. ഓപ്ഷൻ 2 വ്യവസായിക മേഖലയിലെ വളർച്ചാ നിരക്കിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നു. ഓപ്ഷൻ 3 സേവന മേഖലയിലെ വളർച്ചാ നിരക്ക് വർദ്ധിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചവത്സര പദ്ധതികളും അവയുടെ ലക്ഷ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ഇവയിൽ തെറ്റായ ജോഡി ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1 4-ാം പഞ്ചവത്സര പദ്ധതി സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. ഓപ്ഷൻ 2 6-ാം പദ്ധതി കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. ഓപ്ഷൻ 3 8-ാം പദ്ധതി മാനവശേഷി വികസനം. ഓപ്ഷൻ 4 10-ാം പദ്ധതി ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധന. ഇതിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതായത് 4-ാമത്തെ 10-ാം പദ്ധതി ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധന എന്നത് തെറ്റായ ജോഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകളാണ്. ഓപ്ഷൻ എ സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊഫസർ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ 2024-ലെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം നേടിയത് ആരായിരുന്നു? ഓപ്ഷൻ സി തുളസീവനം ആർ രാമചന്ദ്രൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന 3-ാമത്തെ ഇന്ത്യൻ വനിത ആരാണ്? ആർ വൈശാലി. അടുത്ത ക്വസ്റ്റ്യൻ, സിമ്പത്തറ്റിക് വ്യവസ്ഥയിലെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ ഹൃദയമിടിപ്പ് കൂടുന്നു. ഓപ്ഷൻ ബി ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. ഓപ്ഷൻ സി ശ്വാസനാളം വികസിക്കുന്നു. ഓപ്ഷൻ ഡി ഉമിനീർ ഉൽപാദനം കുറയുന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു എന്നത് സിമ്പത്തറ്റിക് വ്യവസ്ഥയിലെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ആൽഡോസ്റ്റിറോൺ ആണ് ഉത്തരം. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ. ഓപ്ഷൻ ഡി ലെപ്റ്റോസ്പൈറ. അടുത്ത ക്വസ്റ്റ്യൻ, ഒഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ കാണപ്പെടുന്നത് ഏത് ശരീരഭാഗത്താണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. പല്ല്. അടുത്ത ക്വസ്റ്റ്യൻ, പേശിക്ലമത്തിന് കാരണം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. പേശികോശങ്ങൾക്ക് ഓക്സിജന്റെ അഭാവം വരുമ്പോഴാണ് പേശിക്ലമം സംഭവിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്ലേഷ്ഠം പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? ഓപ്ഷൻ 1 കലാകായിക പ്രവർത്തനങ്ങളിൽ പ്രത്യേക കഴിവും വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്ന ഭിന്നശേഷിയുള്ളവരെ സഹായിക്കുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. ഓപ്ഷൻ 2 ഓരോ ജില്ലയിൽ നിന്നും ആകെ 10 ഗുണഭോക്താക്കൾക്ക് സഹായം ലഭിക്കും. ഓപ്ഷൻ 3 10,000 രൂപ ഓരോ ഗുണഭോക്താവിനും ലഭിക്കും. ഓപ്ഷൻ 4 അപേക്ഷകന്റെ കുടുംബവാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെയായിരിക്കണം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3 ശരിയാണ്. അതായത് ഓപ്ഷൻ 1 കലാകായിക പ്രവർത്തനങ്ങളിൽ പ്രത്യേക കഴിവും വൈദഗ്ധ്യവും പ്രകടിപ്പിക്കുന്ന ഭിന്നശേഷിയുള്ളവരെ സഹായിക്കുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. ഓപ്ഷൻ 2 ഓരോ ജില്ലയിൽ നിന്നും ആകെ 10 ഗുണഭോക്താക്കൾക്ക് സഹായം ലഭിക്കും. ഓപ്ഷൻ 3 10,000 രൂപ ഓരോ ഗുണഭോക്താവിനും ലഭിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കുമമലെ വിവേകികൾ. ഇത് ആരുടെ വരികളാണ്? ഓപ്ഷൻ ബി കുമാരനാശാൻ. അടുത്ത ക്വസ്റ്റ്യൻ, തകഴി ശിവശങ്കരപിള്ളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ 1 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച 3-ാമത്തെ മലയാളി. ഓപ്ഷൻ 2 കയർ എന്ന കൃതിക്ക് 1984-ലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. ഓപ്ഷൻ 3 കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ 4 ശങ്കരമംഗലം ഇദ്ദേഹത്തിന്റെ കുടുംബ വീടാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 3, 4 ശരിയാണ്. ഓപ്ഷൻ 1 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച 3-ാമത്തെ മലയാളിയാണ്. ഓപ്ഷൻ 3 കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ 4 ശങ്കരമംഗലം അദ്ദേഹത്തിന്റെ കുടുംബ വീടാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? PC കുട്ടിക്കൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, കലാമണ്ഡലം ഗോപി ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ഓപ്ഷൻ സി കഥകളി. ഗോവിന്ദൻകുട്ടി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഓപ്ഷൻ എ അസുരവിത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, 10 മീറ്റർ/സ്ക്വയർ വേഗത്തിൽ നേരേഖ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറിന് 5 മീറ്റർ/സ്ക്വയർ ത്വരണം നൽകുന്നു. 2 സെക്കൻഡിന് ശേഷം കാറിന്റെ പ്രവേഗം കണക്കാക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം, 20 മീറ്റർ/സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ധ്രുവങ്ങളിൽ. അടുത്ത ക്വസ്റ്റ്യൻ, റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കോൺവെക്സ് ദർപ്പണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏതെല്ലാം? ഓപ്ഷൻ 1 അലുമിനിയം വൈദ്യുത ചാലകമാണ്. ഓപ്ഷൻ 2 പ്ലാറ്റിനം ഡക്റ്റിലിറ്റി കുറഞ്ഞ ലോഹമാണ്. ഓപ്ഷൻ 3 പൊട്ടാസ്യം കാഠിന്യമുള്ള ലോഹമാണ്. ഓപ്ഷൻ 4 ചെമ്പിന് സോണോറിറ്റി ഉണ്ട്. ഓപ്ഷൻ എ ആണ് ഉത്തരം, 2ഉം 3ഉം തെറ്റായ പ്രസ്താവനയാണ്. ഓപ്ഷൻ 2 പ്ലാറ്റിനം ഡക്റ്റിലിറ്റി കുറഞ്ഞ ലോഹമാണെന്നുള്ളതും ഓപ്ഷൻ 3 പൊട്ടാസ്യം കാഠിന്യമുള്ള ലോഹമാണെന്നുള്ളതും തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ 1 സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള പ്രവർത്തനത്തെ താപമോചക പ്രവർത്തനം. ഓപ്ഷൻ 2 ഇരുമ്പ് വളയിൽ വെള്ളി പൂശുന്ന പ്രവർത്തനം വൈദ്യുതരാസ പ്രവർത്തനം. ഓപ്ഷൻ 3 പ്രകാശ സംശ്ലേഷണം പ്രകാശരാസ പ്രവർത്തനം. ഓപ്ഷൻ 4 പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ വിഘടനം താപകിരണ പ്രവർത്തനം. ഇതിൽ ഓപ്ഷൻ ഡി ആണ് 1 മുതൽ 4 വരെ ശരിയായ ജോഡികളാണ്. അതായത് സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള പ്രവർത്തനം താപമോചക പ്രവർത്തനത്തിന് ഒരു എക്സാമ്പിൾ ആണ്. അതേപോലെ ഇരുമ്പ് വളയിൽ വെള്ളി പൂശുന്ന പ്രവർത്തനം വൈദ്യുതരാസ പ്രവർത്തന എക്സാമ്പിൾ ആണ്. പ്രകാശ സംശ്ലേഷണം പ്രകാശരാസ പ്രവർത്തനത്തിന് എക്സാമ്പിൾ ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ വിഘടനം താപകിരണ പ്രവർത്തനത്തിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ മൊത്തം ഒരു 70 ക്വസ്റ്റ്യൻസിൽ ഒരു 35 ക്വസ്റ്റ്യൻസോളം ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.